എല്ലാവർക്കും നമസ്കാരം. എൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു വിഷയം D/T ഡ്വാർഫ് ഇൻറ്റു ടോൾ, തെങ്ങിൻ്റെ വിത്തുകൾ എങ്ങനെ ഉൽപ്പാദിപ്പിക്കാമെന്നുള്ളതാണ്. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ചെന്തങ്ങാണ് ഡ്വാർഫ്. ടോൾ എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ നാടൻ തെങ്ങ്, അതിന് WCT എന്ന് പറയും. വെസ്റ്റ് കോസ്റ്റ് ടോൾ എന്നാണ് അതിൻ്റെ പേര്. ഇതിന് ക്രോസ് ബ്രീഡിംഗ് എന്നാണ് പറയുന്നത്. രണ്ട് തരം തെങ്ങുകൾ തമ്മിൽ ബ്രീഡ് ചെയ്യിക്കുകയാണ് നമ്മൾ, മാനുവലായിട്ട് ബ്രീഡ് ചെയ്യിക്കുകയാണ്. അപ്പോൾ അത് വലിയ തെങ്ങിൻ്റെ പൂമ്പൊടി ചെറിയ തെങ്ങിൻ്റെ ഫീമെയിൽ ഫ്ലവേഴ്സിലാണ് വന്നു വീഴുന്നത്. അങ്ങനെ ക്രോസ് ബ്രീഡിംഗ് ഇവിടെ നടക്കും. വായുവിലൂടെ വലിയ തെങ്ങിൻ്റെ പൂമ്പൊടി വന്ന് ഈ ചെന്തെങ്ങിലുള്ള ഫീമെയിൽ ഫ്ലവേഴ്സിൽ വീഴും. ചെന്തെങ്ങിൻ്റെ പൂങ്കുല വിരിഞ്ഞു വരുമ്പോൾ 3-ാം ദിവസം ആ പൊതുമ്പ് പൊട്ടി, അതിൻ്റെ കവർ പൊട്ടി ആ പൂങ്കുല പുറത്തേക്ക് വന്നാൽ 3-ാം ദിവസം, മാക്സിമം 3 days, 3-ാം ദിവസം ആ മെയിൽ ഫ്ലവേഴ്സുള്ള അല്ലികൾ മുഴുവൻ മുറിച്ച് കളയണം, കംപ്ലീറ്റ് ആയിട്ട് കളയണം. ആ അല്ലികളിലുള്ള മെയിൽ ഫ്ലവേഴ്സ് വിരിഞ്ഞ് അതിൽ നിന്നും പൂമ്പൊടി ഈ ചെറിയ മെച്ചിങ്ങയിൽ ഫീമെയിൽ ഫ്ലവേഴ്സിൽ വീഴാൻ പാടില്ല. അപ്പോൾ അതിന് മുമ്പായിട്ട് ആ ബഡ്സ് വിരിയുന്നതിന് മുമ്പേ വെട്ടിക്കളയാനും. അതിനാണ് 3 ദിവസം. 4 ദിവസം വരെ പരമാവധി പോകാമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷേ നമ്മളത് ഒബ്സർവ് ചെയ്യണം. ഒരു തെങ്ങിൽ നിന്നും അതിൻ്റെ പൂമ്പൊടി വായുവിലൂടെ സഞ്ചരിക്കുന്നത് പരമാവധി 50 അടിയാണ്. അപ്പോൾ 50 അടി ചുറ്റളവിലുള്ള നല്ല ഏത് തെങ്ങിൽ നിന്നും പൂമ്പൊടി ഇതിൽ വന്ന് വീണ് ക്രോസ് പോളിനേഷൻ നടക്കാം. അപ്പോൾ ഇവിടെ ഇതിൻ്റെ അടുത്ത് ചുറ്റുപാടുള്ള 2-3 വലിയ നല്ല തെങ്ങുകളുണ്ട്, നാടൻ തെങ്ങുകൾ. അപ്പം നമ്മൾ ഈ അല്ലികളൊക്കെ മുറിച്ച് കളഞ്ഞാൽ പിന്നെ ഇതിലേക്ക് പൂമ്പൊടി കിട്ടുക ആ തെങ്ങിൽ നിന്നാണ്. 20 അടി 25 അടി അകലത്തിലാണ് മറ്റ് തെങ്ങുകളുള്ളത്. അപ്പോൾ അതിൽ നിന്നെല്ലാം പൂമ്പൊടി ഇതിൽ വന്ന് വീണ് കഴിയുമ്പോൾ ക്രോസ് പോളിനേഷൻ നടന്ന് നമുക്ക് പുതിയ D/T ഹൈബ്രിഡ് വിത്തുകൾ ലഭിക്കും. വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.